സജി ചെറിയാൻ എഞ്ചിനീയറുമായോ? അതറിഞ്ഞില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആരെയും അറ്റാക്ക് ചെയ്യാത്ത, എല്ലാവരെയും അറ്റാക്ക് ചെയ്യല്ല. ഞാൻ ഈ തുഫാൻ ഒന്ന് കഴിഞ്ഞിട്ട് നോക്കാനിരിക്കുകയാണ്. തുഫാൻ ഒരു ഘട്ടത്തിലേക്ക് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോകുന്നത്. ഈ വളരെ വിജയകരമായിട്ട് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിന് വളരെയേറെ സഹായമാണ് നൽകുന്നത്. പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഓപ്പറേഷൻ തുഫാനിന് വൻപിച്ച പിന്തുണയാണ് നൽകുന്നത്. അതിൻ്റെ പ്രയോജനം ഇന്ന് കാണുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഈ മയക്കുമരുന്ന് ഒട്ടും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ്. ഓണമാകുമ്പം കുറെ കൂടി ജാഗ്രത പുലർത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിന്റെ എല്ലാ ഏജൻസികളും ഈ ഓണക്കാലത്ത് ശക്തമായി തന്നെ ഇത് നിയന്ത്രിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അടുത്ത ഘട്ടം ഓണം കഴിഞ്ഞാണ് ആരംഭിക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അടുത്ത ഒരു 6 മാസത്തെ ഒരു കർമ്മ പരിപാടിയാണ്. ഞാൻ വേറെ എങ്ങും പറഞ്ഞില്ല. 6 മാസത്തെ കർമ്മ പരിപാടിയാണ് അത് ഇടാൻ പോകുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്. അത് വലിയ വിജയമാണ്. ഇപ്പം തന്നെ പ്രധാനമന്ത്രി തന്നെ ഈ പദ്ധതി ഇപ്പം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. രാജ്യത്തു നിന്ന് തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം ഇല്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെന്റും പ്രധാനമന്ത്രിയും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെ ഇത്രയും കാലം അത് ചെയ്യാതിരുന്നു എന്നുള്ളതൊരു പരാതി എനിക്കുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രിക്കും 15 വർഷം കിട്ടിയിട്ടും അവരിപ്പോഴാണ് ഇത് ഉണർന്നത്. ഏതായാലും അതിനൊരു പ്രേരക ശക്തിയായി തുഫാൻ മാറിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. രാജ്യം മുഴുവൻ നടത്തേണ്ട ഏറ്റവും വലിയൊരു ഓപ്പറേഷനാണിത്. കേരള ഗവൺമെന്റ് ഏതായാലും ഇത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലല്ല, അത് വളരെ ശക്തമായി തന്നെ നോക്കാനുള്ള തീരുമാനമുണ്ട്. ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു, വളരെ കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പോലീസ് ശക്തമായി മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത് കുറയുന്നത്. ഇപ്പം കേരളത്തിൽ മയക്കുമരുന്നിന്റെ വ്യാപനം കുറഞ്ഞിരിക്കുകയാണ്, വിൽപ്പന കുറഞ്ഞിരിക്കുകയാണ്. അത് അവരുടെ തന്ത്രമാണ്. തൽക്കാലം നിർത്തിവെച്ചിട്ട് ഇനി ഗവൺമെന്റ് പിന്മാറുന്ന ഒരവസരം ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഒരു കാരണവശാലും ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ശക്തമായി തന്നെ ഈ ഓപ്പറേഷൻ തുഫാന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഇടക്കാലത്തെയും നമ്മുടെ മഴയും അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോഴാണ് ഒരല്പം, പക്ഷെ എന്നാലും ആ പോലീസിന്റെ പ്രവർത്തനം അതേ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അല്ല, അതും ഗവൺമെന്റ് നേരത്തെ ആവിഷ്കരിച്ചൊരു പരിപാടിയാണ്. ഇപ്പം ഏതായാലും ഇതൊരു പദ്ധതിയുമായിട്ട് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് അത് പഠിക്കുകയാണ്. നമ്മളൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പഠിക്കണമല്ലോ. അപ്പം അതിന്റെ എത്രമാത്രം വ്യാപ്തി ഉണ്ട് എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീകളുടെ കേസുകളിൽ വലിയ രീതിയിലാണ് പ്രതികളെ വെറുതെ വിട്ടു. ആഭ്യന്തര വകുപ്പ് വലിയ രീതിയിൽ കേസെടുത്തു. ആഭ്യന്തര വകുപ്പ് തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം കേസുകൾ എടുത്തു. പക്ഷെ ശിക്ഷിക്കപ്പെട്ടത് 10,000-ൽ താഴെ പ്രതികളാണ്. അപ്പൊ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുന്ന ഗുരുതരമായ വീഴ്ച. അല്ല, അത് മാത്രമല്ല, ഇത് പരിഹരിക്കാൻ ഒരു SIT-യുടെ ആവശ്യമില്ല. അല്ല, അത് മാത്രമല്ല, പലതും ഈ കോടതി നടപടികൾ നീണ്ടുപോകുമ്പോൾ ഡിലേ വരുമ്പോൾ പലരും പരസ്പരം ധാരണയുണ്ടാക്കി പല കേസുകളും ഇല്ലാതാവുന്നുണ്ട്. പരസ്പരം ധാരണയുണ്ടാക്കി കൺവിക്ഷൻ റേറ്റ് കുറയുന്നു എന്നുള്ളത് അങ്ങയുടെ അഭിപ്രായം ശരിയാണ്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കേസിൽ മാത്രമല്ല, ഇപ്പോൾ SC/ST അട്രോസിറ്റീസിനകത്തും കൺവിക്ഷൻ റേറ്റ് കുറയുകയാണ്. ആ പോസ്കോ കേസ്, കാരണം ഇത് വളരെ കാലം നീണ്ടുപോകുമ്പം പ്രതിയും വാദിയും തമ്മിലുള്ള പല ഒത്തുതീർപ്പുകളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഡിലേ ഇല്ലാതെ കേസുകൾ തീർപ്പ് കൽപ്പിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അതിനുവേണ്ടി നമ്മളിപ്പോൾ NDPS കേസുകൾക്ക് വേണ്ടി പുതിയ കോടതികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ കോടതികൾ, കാരണം ഇത്രയും കേസുകൾ ഇപ്പം തന്നെ ഏതാണ്ട് 9,100 പേരെ അറസ്റ്റ് ചെയ്തു ഇതുവരെ.
9,100 പേർ. അത് തന്നെ ഏതാണ്ട് 7,000 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ NDPS കേസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ട്രയലിന് വിധേയമാക്കുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ കൂടുതൽ കോടതികൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയാണ് NDPS കേസുകളിൽ ആലോചിക്കുന്നത്. അതുപോലെ ഇതുപോലുള്ള കേസുകൾ സ്പീഡി ട്രയലും സ്പീഡി തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ല, അത് ജനങ്ങളെ നേരിട്ട് കിട്ടുമല്ലോ. ഇപ്പം എല്ലാ ആളുകളും ബാങ്കിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലേ. ഇപ്പം കേരളത്തിൽ നടക്കുന്ന മിക്കവാറും ബാങ്ക് അല്ല, ഇപ്പം ഒട്ടും വയ്യാത്തവർക്ക് നേരിട്ട് കൊടുക്കുമല്ലോ. അല്ലാത്തവർക്ക് ഇപ്പം ബാങ്കിലൂടെ ആണല്ലോ എല്ലാവരും ബാങ്കിലൂടെ ആണല്ലോ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് പറഞ്ഞത്. എന്താ പിന്നെ താങ്ക് യു. അത് കളക്ടർ അന്വേഷിക്കുന്നതാണ്. വളരെ ഗുരുതരമായൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ ആ വീട്ടിൽ പോയതാണ്. ആ പാവങ്ങൾ വാസ്തവത്തിൽ ആ ഡെഡ് ബോഡി അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കൊണ്ടുവരേണ്ടത്. എംബാം ചെയ്ത് കൊണ്ടുവരേണ്ട ഡെഡ് ബോഡിയാണ് ഫ്രീസറിൽ വെച്ച് കൊണ്ടുവരേണ്ടതായിരുന്നു. വളരെ കഷ്ടമാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ തന്നെയല്ല ആ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം ചെറുതല്ല. വേറെ ആരും ഏണിംഗ് മെമ്പർ അവിടെ ഇല്ല. വളരെ പ്രയാസമാണ്. അതായത് കണ്ണൂർ കളക്ടറോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സജി ചെറിയാൻ എഞ്ചിനീയറുമായോ? അതറിഞ്ഞില്ല.